ബന്ധമില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂക്കിച്ചത്. ഓ, ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പത്തെ എം ടി മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളിക്കാട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? കഴിക്കേണ്ട കാര്യം ഒന്നും മുദ്രാവാക്യം വിളിക്കും. ഇതൊന്നും കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറും. ആ നീട്ടിൽ എന്റെ മുമ്പിൽ വെച്ചേക്കും. അതെ, ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പേൽപ്പിക്കണമെങ്കിൽ കോടതി പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പേൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിൽക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരൻ അതുണ്ട്. അത് മറക്കണം. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ തന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്.